ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 27 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 1-ാം വാക്യം: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവകൃപയുടെ അളവില്ലാത്ത നന്മകളുടെ ഉറപ്പ് ഈ പാഠഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. വെറുമൊരു ആട്ടിടയ ചെറുക്കനായിരുന്ന തന്നെ ഇന്ന് രാജാവാക്കി നിർത്തിയ 5 കല്ലും ഒരു കവണയും കൊണ്ട് മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിച്ച ശൗലിനെ പേടിച്ച് ഗുഹയിൽ ഒളിച്ചിരുന്നപ്പോൾ തൻ്റെ രക്ഷയായ ദൈവം തന്നെ നടത്തിയ വിധങ്ങളെയൊക്കെ ഓർത്ത് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ തുടർ ചിന്തനത്തിലേക്ക് കടക്കും മുൻപ് ഇതെഴുതുന്നതിന് ദാവീദിനെ പ്രേരിപ്പിച്ച ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ചിന്തിക്കാം. അതിനായി 2 ശമൂവേൽ 21 അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും 1 ദിനവൃത്താന്തം 20 അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും ധ്യാനിക്കുമ്പോൾ ദാവീദും തൻ്റെ ഭൃത്യന്മാരും തനിക്കെതിരെ വന്ന ശത്രുക്കളെ കൊന്ന് അവർക്ക് മേൽ ജയം നേടിയത് കാണുവാൻ സാധിക്കും. ഫെലിസ്തി ദേശത്ത് ഗദ്ദയിൽ രാഭ എന്ന് പറയുന്ന സ്ത്രീക്ക് 4 ദിഗായന്മാരായ ആൺമക്കൾ ഉണ്ടായിരുന്നു. ഇതിൽ മൂത്തവനായ ഗോലിയാത്തിനെയാണ് ദാവീദ് 5 കല്ലും കവണയും കൊണ്ട് കൊന്നുകളഞ്ഞത്. എന്നാൽ അവൻ്റെ സഹോദരന്മാരായ ഇഷ്ബിബോനേബ്, സഫീൻ, ഗോലിയാത്ത് എന്നിവർക്ക് ദാവീദിനോട് വളരെ ശത്രുത ഉണ്ടായിരുന്നു. അവർ ഇസ്രായേലിന് എതിരായി പല തവണയും യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നാൽ ദാവീദും തൻ്റെ ഭൃത്യന്മാരും അവരെല്ലാവരെയും കൊന്നുകളഞ്ഞു. തൻ്റെ എല്ലാ ശത്രുക്കളുടെ മേലും യഹോവ അവന് ജയം നൽകിയതുകൊണ്ട് 18-ാം സങ്കീർത്തനം മുതൽ മുൻപോട്ടുള്ള സങ്കീർത്തനങ്ങളിലെല്ലാം ദൈവീക കരുതലിൻ്റെ ഉറപ്പും ധൈര്യവും നമുക്ക് കാണുവാൻ സാധിക്കും. നാം വായിച്ചു കേട്ട 27-ാം സങ്കീർത്തനത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു: എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ വിചിന്തനം ചെയ്യാം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ, നാം കടന്നുപോയ ഒറ്റപ്പെടലിൻ്റെ, രോഗത്തിൻ്റെ അവസ്ഥകളിൽ, കരഞ്ഞു കവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ അനുഭവങ്ങളിൽ ദൈവം കരം പിടിച്ച് നടത്തി. പ്രതികൂലങ്ങളെ അനുകൂലമാക്കി തന്ന് ഒരിക്കലും സാധ്യമല്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ജയാളിയായി നമ്മെ നിർത്തിയ ഈ ദൈവം നമ്മുടെ വെളിച്ചമാണെന്ന് നമുക്ക് ഏറ്റുപറയാം. അതുകൊണ്ട് പാട്ടുകാരനോട് ചേർന്ന് നമുക്കും ഇപ്രകാരം പാടാം: ഉന്നം വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതരാതെ, കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നടത്തിയ ഈ ദൈവകൃപയോർത്ത് നമ്മൾക്ക് ദൈവം വെളിച്ചവും രക്ഷയുമായി തീർന്ന ദൈവകൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളിലുള്ള വെളിച്ചം നമുക്ക് നമ്മുടെ ചുറ്റുമന്ധകാരത്തിലിരിക്കുന്നവരിലേക്ക് പകരാം. ഈ രക്ഷയുടെ സന്ദേശവാഹകരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനചിന്ത നമുക്ക് അവസാനിപ്പിക്കാം.